വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ 28ാമത്തെ ഒരു ആയത്ത്, ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വർഗാവകാശികളായ ആളുകൾ അവർ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പണി എന്താണ്? ഇഷ്താഖു ഇലൽ ഇഖ്വാൻ. സ്വർഗത്തിലേക്ക് എത്തിയ ആളുകൾ അവരുടെ കൂട്ടുകാരെ, ദുനിയാവിലുള്ള കൂട്ടുകാരെ കാണുന്നതിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കും, കൊതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേക്ക് അവരുടെ ആ മണിമാളികക്കുള്ളിലേക്ക് ഒരു പരവതാനി വരികയാണ്. ഹബീബായ തങ്ങൾ പറയാണ്, ആ പരവതാനിയിലേക്ക് കയറി ഇരിക്കുന്നതോടുകൂടെ ദുന്യാവിലെ ഏത് കൂട്ടുകാരനെയാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ കൂട്ടുകാരന്റെ അരികിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. നിമിഷ നേരങ്ങളെ കൊണ്ട് എത്തിയിട്ടോ എന്താ അവരുടെ പരിപാടി? സ്വർഗത്തിൽ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്താണ് അവർക്ക് ഇത്രത്തോനെ പറയാനുള്ളത്? ദുനിയാവിൽ അവർ ഒരുമിച്ച് കൂടിയതിനെ സംബന്ധിച്ച്, അവര് നടത്തിയ ത്യാഗങ്ങളെ കുറിച്ച്, അവർ ഒന്നിച്ച് സഞ്ചരിച്ചതിനെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങി ദുനിയാവിൽ അവർ അനുഭവിച്ചതും അവർ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളെ കുറിച്ച് ധാരാളം സംസാരിച്ചു കൊണ്ടിരിക്കും. അത് അവിടുത്തെ ഒരു ഹോബിയാണ്. അവിടെ ഇങ്ങനെ അത്രയേ ഉള്ളൂ. കാരണം പണിയെടുക്കുന്ന ലോകം എന്ന് പറയുന്നത് അത് ദുനിയാവാണ്. ആഖിറത്തിലെത്തിയ പിന്നെ ഇബാദത്തിന്റെ ലോകമല്ല. അവിടെ സംസാരിക്കുന്നു, ഉല്ലസിക്കുന്നു, ധാരാളം ഭക്ഷിക്കുന്നു, കൂട്ടുകാരോടൊന്നിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. ഈ ഒരു ലോകമാണ്. അല്ലാഹു നമ്മെ അങ്ങോട്ട് എത്തിക്കുമാറാവട്ടെ. നിസ്കാരവും ഖുർആനോത്തും മറ്റു ഇബാദത്തുകളും അദ്ദുനിയ മസ്റഅത്തുൽ ലിൽആഖിറ, അത് ദുനിയാവിൽ വെച്ചാണ്. ആഖിറത്തിൽ, പരലോകത്ത്, സ്വർഗത്തിൽ തന്റെ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നത് ദുനിയാവിലെ കാര്യങ്ങളെ കുറിച്ചാണ്. അതിനിടയിൽ ഒരാൾ തന്റെ കൂട്ടുകാരനോട് ചോദിക്കും, ഫയഖൂലു അഹദുഹുമാ ലിസാഹിബി യാ ഫുലാനു തദ്രി അയ്യ യൗമിൻ ഗഫറല്ലാഹു ലനാ. ദുനിയാവിലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് ഇങ്ങനെ ചോദിക്കും അത്രേ. ഹബീബായ തങ്ങൾ പറയാണ്, സഹോദര, എന്നാണ് നമുക്ക് പടച്ചോൻ പുറത്തു തന്നത്? നമ്മളിങ്ങനെ ഈ സ്വർഗാവകാശികളൊക്കെ ആയി സ്വർഗത്തിൽ എത്തിയല്ലോ, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തന്നിട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ മാത്രം പാകപ്പെട്ടത് എന്നത്തെ ഒരു ദിവസത്തിന്റെ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് ദുആഇന്റെ ഫലമാണ് നമുക്ക് അല്ലാഹു പുറത്തു തന്നത് എന്ന് ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് ചോദിക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യൗമ കുന്നാ ഫീ മൗളിഇ കദാ വകദാ. കൃത്യമായി തന്റെ സാഹിബ് പറഞ്ഞു കൊടുക്കും, നമ്മൾ ഇന്ന ദിവസം ഇന്ന സദസ്സിൽ വെച്ച് നമ്മൾ ദുആ ചെയ്തില്ലേ, ആ ദുആ ആണ് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടിയിട്ട് നമ്മളെ സുഅദാഇന്റെ പട്ടികയിൽ എഴുതിയതെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏതു സദസ്സാവാം. ഒരുപക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, ഒരു മനുഷ്യനും കാണാത്ത സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് കയറി വന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് നമ്മൾ കൽപറിഞ്ഞു കൊടുത്തിട്ടുള്ള ചെറിയ നാണയത്തുട്ടുകളുണ്ടല്ലോ, ആ തുട്ടിന് പകരം അദ്ദേഹം, അല്ലെങ്കിൽ ആ പാവപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു ദുആ മതിയാകും. ഒരുപക്ഷെ അതായിരിക്കില്ല. നമ്മളൊരു നിസ്കാര പള്ളിയിലേക്ക് കയറി, വിശേഷിച്ചും റമദാനിൽ ധാരാളം ഇൽമിന്റെ മജ്‌ലിസുകൾ നടക്കും. ഒരു ചെറിയ മുതഅല്ലിമാണ് അവിടെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരുമില്ല, 3-4 ആളുകളെ ഉള്ളൂ. ആ ചെറിയ മുതഅല്ലിം, ഇൽമിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ, അല്ലാഹു വലിയ ഫള് നൽകിയവരാണ്. ആ മുതഅല്ലിമിന്റെ ദുആഇന്റെ ഫലമായിട്ടായിരിക്കും 10-60 വർഷം നമ്മൾ ജീവിച്ചപ്പോഴും അല്ലാഹു ജല്ല ജലാലുഹു നമ്മളിൽ നിന്ന്
വന്ന അപാകതകളെ പുറത്തു തരാനുള്ള കാരണമുണ്ടായിരിക്കുക. ഇത് കൃത്യമായി ഏതു സ്ഥലത്ത് ഏതു മജ്‌ലിസിൽ വെച്ചുകൊണ്ടാണ് നമുക്കിതിന് മഗ്ഫിറത്ത് കിട്ടിയതെന്ന് ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനെ പറഞ്ഞു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് കൊണ്ടുവന്ന ഈ സംഭവം എന്തിനു വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്? ലാ തഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. ഒരു സുഹൃതത്തെയും നമ്മൾ ചെറുതാക്കി കാണേണ്ടതില്ല. ഒരു മജ്‌ലിസിനെയും ഒരു ദുആഇന്റെ സദസ്സുകളെയും നമ്മൾ ചെറുതാക്കി കാണേണ്ടതില്ല. ഏതു കാരണം കൊണ്ടാണ് റബ്ബ് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വഹാബത്ത് ഇങ്ങനെ അതിലേക്ക് ആളുകൾ കൂടി 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 വരാൻ മദീനത്തെ പള്ളിയിൽ ഇരിക്കാനുള്ള സ്ഥലം കിട്ടുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു 3-4 സ്വഹാബത്ത് കുറച്ച് വൈകി വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ആദ്യമായി അവർ ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലി. പിന്നീട് അവിടെയുള്ള സ്വഹാബത്തിനൊക്കെയും സലാം ചൊല്ലിയിട്ട് അവരിങ്ങനെ മുന്നോട്ട് വന്നു. പക്ഷേ അവിടെ എവിടെയും ഇരിക്കാനുള്ള സ്ഥലമില്ല, എല്ലാവരും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. സ്വഹാബത്തൊക്കെ സാഗൂതം മുത്തുനബി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകി വന്ന 3-4 സ്വഹാബികൾ അവർ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആരെങ്കിലും ഒന്ന് നീങ്ങി തരോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു തരോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നോക്കി. ആരും ശ്രദ്ധിക്കണില്ല, മൈൻഡ് ചെയ്യുന്നില്ല. സ്വഹാബത്ത് വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല, അവര് ഹബീബായ തങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അവര് നേരത്തെ വന്ന് സ്ഥലം പിടിച്ചവരാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കാണുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമായി. ആരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, കണ്ടറിയുന്നില്ല. ഈ മുന്നിലേക്ക് വൈകി വന്നവരാണെങ്കിൽ പോലും മുന്നിലേക്ക് വന്ന ഈ സ്വഹാബത്തിനൊന്ന് നീങ്ങിയിരിക്കാൻ വേണ്ടി ആരും ഒന്ന് തയ്യാറാവാതിരുന്നപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, ഖും യാ ഫുലാൻ, ഖും യാ ഫുലാൻ. തൊട്ടരികിലുണ്ടായിരുന്ന 2-3 പേരോട് പറഞ്ഞു, എഴുന്നേൽക്കണം, നിങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കണം. ഇത് പറഞ്ഞിട്ട് ഈ വൈകി വന്ന സ്വഹാബത്തിനെ അവിടെ പിടിച്ചിരുത്തി. വൈകി വന്നവരെ പിടിച്ചിരുത്തി. അപ്പൊ സദസ്സിന്റെ പിന്നിൽ നിന്ന് ചെറിയ സംസാരം 2 പേര് തമ്മിൽ ഇങ്ങനെ ചെവിയിൽ പറയണ കണ്ടില്ലേ? നിങ്ങൾ കണ്ടോ? എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ആരാണ്? ഒന്നാം തരം മുനാഫിക്കുകളാണ്. ഒരു പറയാണ്, അലസ്തും തസ്ഉമൂന അന്ന സ്വഹിബകും ഹാദാ യഅദിലു ബൈനന്നാസ്. ഇവരിങ്ങനെ പറയാണ്, എന്തേലും നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് വലിയ നീതിമാനാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താ ഇവിടെ ഉണ്ടായത്? നേരത്തെ വന്ന സ്ഥലം പിടിച്ചിരുന്ന സ്വഹാബത്തിൽ നിന്ന് 3-4 ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ട് വൈകി വന്നവർ ആ സ്ഥാനത്തോടെ പിടിച്ചിരുത്തില്ലേ? ഒരു പറയണേ, വല്ലാഹി മാ റഅയ്നാഹു ഖബല അദ്ലിൻ, ഈ മുഹമ്മദിൽ നിന്ന് ഞങ്ങൾ മുമ്പ് നീതി കണ്ടിട്ടില്ല. സ്വഹാബത്തിന്റെ പിറകിലിരിക്കുന്ന ഈ മുനാഫിക്കുകൾ ഇങ്ങനെ രംഗം വഷളാക്കാൻ തുടങ്ങുക. പ്രത്യക്ഷത്തിൽ ആർക്ക് കണ്ടാലും തോന്നും ശരിയാണ്. കാരണം എന്താ? നേരത്തെ വന്നവരെ എഴുന്നേൽപ്പിച്ചിട്ട് വൈകി വന്നവരെ അവരെ പിടിച്ചിരുത്തി. സുബ്ഹാനല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മുനാഫിക്കുകൾ ഇങ്ങനെ ഒരു സംസാരം, ഒരു ചർച്ച നടത്തിയപ്പോൾ അല്ലാഹു ഇടപെടുകയാണ്. ഉടൻ അല്ലാഹുവിന്റെ ആയത്തിറങ്ങിയ, അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്. അല്ലാഹു അവിടുന്ന് പറയാണ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങളോട് ഒരു സദസ്സിൽ വിശാലത ചെയ്യണമെന്ന് പറയപ്പെട്ടാൽ പിന്നെ അവിടെ ശങ്കിച്ചു നിൽക്കരുത്. നിങ്ങളുടെ നേതൃത്വം ഒന്ന് നീങ്ങിക്കൊടുക്കണം, അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിന് എന്നുള്ള ചോദ്യം നിങ്ങൾ ഉന്നയിക്കരുത്. നേതൃത്വമാണ് നമ്മോട് പറയുന്നത്. ദീർഘവീക്ഷണമുള്ളവരാണവർ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങളുടെ സദസ്സുകളിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫഫ്സഹൂ, നിങ്ങൾ അങ്ങനെ ചെയ്തോളണം.
എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു തരും. അനുസരണയുള്ള ഒരു അടിമയാണെങ്കിൽ, അനുയായിയാണെങ്കിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു തരും എന്ന് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു കിട്ടേണ്ട ഒരു ലോകമുണ്ട് നാളെ ആഖിറത്തിൽ. ഞാൻ ആയത്ത് കൂടുതൽ വിശദീകരിക്കില്ല, അവിടുത്തെ സന്ദർഭമാണ് പ്രധാനം. ആയത്തിന്റെ പിന്നീട് തുടർന്ന് പറയാണ്, അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, ഇപ്പൊ കുറച്ച് ആളുകളെ എഴുന്നേൽപ്പിച്ചതല്ലയോ നിങ്ങളുടെ പ്രശ്നം, ഇനി നിങ്ങളോട് നേതൃത്വം പറയാണ്, എഴുന്നേൽക്കണമെന്നു തന്നെ പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് കൊടുത്തോളണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദലയിലെ ഈ 11ാമത്തെ ആയത്ത് അങ്ങോട്ട് ഓതി കേൾപ്പിച്ചിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതൊരു അദബ് പഠിപ്പിക്കലായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ വൈകി വന്നവർക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു കൊടുത്തത്? ആരാണ് ഈ വൈകി വന്നവർ? ഹും അഹ്ലു ബദരിൻ റളിയല്ലാഹു അൻഹു. ഈ വൈകി വന്നവർ ബദരീങ്ങളിൽപ്പെട്ടവരാണ്. ബദരീങ്ങളിൽപ്പെട്ടവർക്ക്, അത് മനുഷ്യരാണെങ്കിലും ബദറിലിറങ്ങിയ മലക്കുകളാണെങ്കിലും ശരി, മറ്റുള്ളവരെക്കാൾ ഏറ്റവും വലിയ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തന്നെ വലിയ സ്ഥാനം കൽപ്പിച്ചവരാണ് ബദരീങ്ങൾ. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ നടത്തിയ ഒരു ദീർഘമായ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇൻതഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ. അല്ലാഹുവേ, ഇത് വല്ലാത്തൊരു നിർണായക ഘട്ടമാണ്. ഈ സമയത്ത് റബ്ബേ, ഈ സംഘത്തെ നീ സഹായിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹുവേ, നീ ഈ സംഘത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ, അല്ലാഹ് എന്ന് വിളിക്കാൻ പിന്നെ ആളുണ്ടാകൂല. നിന്റെ സഹായം വേണമെന്ന് ദീർഘനേരം സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ നടത്തിയിട്ടുണ്ട്. ബദരീങ്ങൾക്ക് ഉള്ള മഹത്വം ദീർഘമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഘട്ടങ്ങളിലായി ബദരിൽപ്പെട്ട സ്വഹാബികൾക്ക് പരിഗണന കൊടുത്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാകവി മോയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട്, അറിവീരേ ബദരിന്റെ അഹ്ലുകൾക്ക് സുവന്ദാറാൽ അഹദവൻ നബി നാവാൽ ഖദ് ബുശിറാ ഹീന അഹ്മദാർ യഖൂലു യാ അഹ്ലൽ ബദ്റാ. ബദരീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുവിശേഷം അറിയിക്കുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്താണ്? ഉറഫാലേ ഉമയ്യൊക്കെ അഫ്ളലുൽ അസ്ഹബാം, ഉമഗൈകൾ കദൻ ജന്നാതതും ഔജബാർ റഹ്മാൻ ഉരൈഹകാം ബിഗൈരി ശകനും ലാ റൈബ. ബദരീങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ബദരീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു അദൻ സ്വർഗ്ഗം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വർഗ്ഗം, അദൻ സ്വർഗ്ഗത്തെ കുറിച്ച് വിശദീകരിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ആ അദൻ സ്വർഗ്ഗം നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വഹാബ, നിങ്ങൾ ബദറിൽ പങ്കെടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മേന്മ എന്താണ്? കറവുകൾ ചെയ്തതും ഇനി ചെയ്യും വഫറല്ലാലക്കും ബണ്ടർകളെ മർതബായേകി കമൽ മുഹ്താജുമക്കില്ല ഇനി ബിത്തൗബ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ബദരീങ്ങളെ നിങ്ങളോട് അല്ലാഹു സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? കറ ഉങ്ങൾ ചെയ്തതും ഇനി ചെയ്യും ഖതാദംബ. നിങ്ങളിൽ നിന്ന് വല്ല പാകപ്പിഴവുകളും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ആയുസ്സിൽ നിങ്ങൾ എല്ലാവരും പാപസുരക്ഷിതരാണെന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു പേടിയും നിങ്ങൾ പേടിക്കണ്ട. വേറെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഇനി നിങ്ങളിൽ നിന്ന് വരുന്ന ഖതഉകളും ദംബുകളും ബദരീങ്ങളിൽ നിന്ന് അങ്ങനെ സംഭവിക്കില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അല്ലാഹു അതൊക്കെയും അഡ്വാൻസ് ആയി പുറത്തു തന്നിട്ടുണ്ട്. ബദരീങ്ങൾക്ക് അല്ലാഹു ഇത്രമാത്രം മഹത്വമുണ്ടെന്ന് ആരാണ് പറയുന്നത്? അഹദവൻ നബി നാവാൽ ഖദ് ബുശ്ശിറാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിനാലെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്കുള്ള വസീലയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള ബദരീങ്ങൾ. ആ ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ടുള്ള നമ്മുടെ ദുആ വലിയ പ്രതീക്ഷയാണ്. വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ സീറത്തുൽ ഹലബിയ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് ആരെങ്കിലും ദുആ ചെയ്താൽ ഉരത്തിബ്നു ബുർഹാന ദണ്ഡവർ സീറത്തുൽ ഹലബിയിലെ ഉള്ളുറഫിൽ ഒരുത്തൻ കോനിൽ ബിഹഖിഹിം ദുആ തേടുകിൽ ബിരുത്തലേത് ഫുശുത്തിലാകിലും കിട്ടും ഉത്തിരം മജിലായി കൊതി ബദരീങ്ങളെ തിരുഹഖിനാൽ. അലി ഇബ്നു ബുർഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആരെങ്കിലും ഒരാൾ ഉള്ളുറഫിൽ ഒരുത്തൽ കോനിൽ ബിഹഖിഹിം ദുആ തേടുകയിൽ നല്ല മനസാന്നിധ്യത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നല്ല ഉള്ളുറപ്പോടുകൂടെ ആരെങ്കിലും ബദരീങ്ങളെ ഹഖ് കൊണ്ട് ദുആ ചെയ്താൽ ബിരുത്തലേത് ഫുശുത്തിലാകിലും എവിടെ നിന്നാണ് അവർ ചോദിക്കുന്നതെങ്കിലും കിട്ടുമുത്തിരം മജിലായി ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു ബുർഹാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതി വെക്കുന്നു. ഇനിയോ അബ്ദുൽ ലത്തീഫ് ശാമി എന്നവർ അവിടുത്തെ റിസാലയിൽ എഴുതുന്നു, ഇവരൊക്കെ എഴുതുന്നത് കേവലം കേട്ടറിവ് കൊണ്ടല്ല, അവസാനം പറയുന്നുണ്ട് ഇതൊക്കെ വർഷങ്ങളായി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് ഈ സംഭവം. എന്താ? കരുത്തർ അബ്ദുൽ ലത്തീഫ് ശൈഖ് കോവിത്തവർക്കുൾ റിസാലയിൽ കാരുണർ അസ്മാഉകൾക്കുൾ മുഅല്ലമായ ഫളായിലാൽ. മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാഉകൾ ഉണ്ടല്ലോ, ഈ അസ്മാഉകൾ കാരണമായി ഫെരുത്ത് ഫേർക്ക് വിലായത്തെത്തി മുഫല്ലലാം വലിയാക്കളായി ബിദ്റാഹിമയൻ ഗോതി ബദരീങ്ങളെ ബളർ ഹഖിനാൽ. നമ്മൾ ഇന്നിവിടെ മൗലൂദ് ഓതിയപ്പോഴും പറഞ്ഞു, അവസാനം അസ്മാ തുടങ്ങുന്ന സമയത്ത് ഓതി വദക്കറ ശൈഖ് ദാറാനി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞു അന്നൽ ഔലിയാ ലം തഹ്സുൽ ലഹുമുൽ വിലായത്തു. ഒരൊറ്റ ഔലിയാക്കൾക്കും അവരുടെ വിലായത്തിന്റെ പദവി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടല്ലാതെ ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം വതവസ്സുലി ബിഹിം. ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ടല്ലാതെ ബദരീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യാത്ത ഒരൊറ്റ വലിയും കഴിഞ്ഞു പോയിട്ടില്ല. ഇന്ന് നമ്മൾ മൗലിദ് ഓതിയപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് ശാമി എന്ന് പറയുന്ന മഹാൻ പറയാണ്, പെരുത്ത് ഫേർക്ക് വിലായത്തെത്തി മുഫല്ലലാം വലിയക്കളായി. ഒരുപാട് ആളുകൾക്ക് വിലായത്തിന്റെ പദവി കിട്ടാനുള്ള കാരണം എന്താണ്? സുഹബത്തു അഹ്ലു ബദരിൻ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളുമായിട്ടുള്ള ബന്ധം. ബദരീങ്ങളുടെ അസ്മാ എല്ലാ ദിവസവും അവരിങ്ങനെ ചൊല്ലും. എന്നിട്ട് തുടർന്ന് അവർ പറയുന്നുണ്ട്, ആരിഫാം വലിയാക്കളിൽ ചിലർ ഉന്നി രോഗികളുടെ ഇസിലെ അൻക കൈകളെ ബദ്ധവർ അസ്മാക്കളാൽ ശിഫ തേടലിൽ.
വലിയ ആലിമീങ്ങൾ, ഔലിയാക്കൾ അവര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത്? രോഗികളായ ആളുകളുടെ, രോഗമുള്ളവരുടെ റഅസിലെ തലയിൽ കൈവച്ചിട്ട് ബദരീങ്ങളുടെ അസ്മാ ചൊല്ലി മന്ത്രിച്ചാൽ അവർക്ക് ഉടൻ ഫലം കിട്ടുമെന്നുള്ളത് അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സാരിയാൽ ഗുണമെത്തി വയ്യ എടുത്തതില്ല കൈസത്തിയ സയ്യിദി ശിഫതായനിൽ ബദരീങ്ങളെ പുകൾ ഹഖിനാൽ. നമ്മളിങ്ങനെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും ബദരീങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഇതിന്റെയൊക്കെ നമ്മുടെ പ്രതീക്ഷ എന്താണ്? നിരവധി രോഗികൾ നമ്മുടെ കുടുംബങ്ങളിൽ, ബന്ധങ്ങളിലുണ്ട്. നേരത്തെ ഇവിടെ വായിച്ചല്ലോ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പാപ്പമാർ, അവർ പിടിച്ചൊരു പിടിവള്ളിയുണ്ട്. ബദരീങ്ങളെ എന്നുള്ളൊരു വിളി, അത് കൽബിന്റെ അടിത്തട്ടിൽ നിന്നുള്ളൊരു വിളിയാണ്. ബദരീങ്ങളെ എന്ന് വിളിക്കും. ചിലപ്പോ വല്യമാരുടെ ബദരീങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ ഉപ്പാപ്പ, നേതൃത്വം അതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പറയാണ്, മുൻഗാമികൾ ബദരീങ്ങളുടെ പേരുച്ചരിച്ചിട്ട് ഏതെങ്കിലും ഒരു രോഗിയുടെ തലയിൽ കൈവച്ച് മന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ സാരിയാൽ ഗുണമെത്തി ഒയ്യ എടുത്തതില്ല കൈസത്യം, തൽക്ഷണം രോഗം ദ്രുതഗതിയിൽ മാറിപ്പോയിട്ടാണ് കൈയവർ വലിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് മാത്രമല്ല, എന്തു പ്രയാസങ്ങൾ അവരോട് പറയാൻ പറ്റുമോ? പറ്റും. പണ്ഡിതന്മാരെ, മുൻഗാമികൾ അതിന് തെളിവുണ്ട്. എന്താണ്? ചിലർ ഉന്നി സംഗീതം ബലാവുകൾ കടുഫമില്ലസ്മാഉഹും കുറിത്തിട്ട് കെട്ടുകിലോദിലോ. പ്രയാസങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, സിഹർ പോലുള്ള, ഐന് പോലുള്ള ബാത്തിനിയായ ശർറുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇവർക്കൊക്കെയും സമാധാനം എന്താണ്? മുൻഗാമികളായ ആളുകളടുത്ത് വന്ന് അവർ പറയുമ്പോൾ അവർ കുറിച്ചിടുന്നത് എന്താണ്? അസ്മാഉൽ ബദർ എഴുതി വെച്ചിട്ട് അവരെന്ത് ചെയ്യും? അത് നന്നായി ഒന്ന് കെട്ടിയിട്ട് അതുപോലെ അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കും. എന്നാൽ എന്താ സംഭവിക്കുക? തേറിയെത്തും ഇജാബത്തഫൽ മുജറബായമൈ കണ്ടതാ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിയിട്ട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്നുള്ളത് മുജറബായി കണ്ടതാ. ഒരു വട്ടം പരീക്ഷണാർത്ഥം ചെയ്തതല്ല. ദീർഘകാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ബദരീങ്ങളുടെ ഹഖിനാലെ അവർ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടല്ലേ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവരാണ് നമ്മുടെ മൗലിദ്, ബദർ മൗലിദ് രചിച്ചിട്ടുള്ളത്. ഒരു എഴുതി വെച്ചിട്ടുണ്ട്, ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ, ആ സാധുവായ മനുഷ്യൻ വീടൊക്കെ പൂട്ടി ഹജ്ജിന് പോയപ്പോ കള്ളന്മാര് വന്ന് എന്തെങ്കിലും മോഷ്ടിക്കണമെന്ന് കരുതി വീട്ടിലേക്ക് ഓടൊക്കെ പൊളിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് സമിഉ ദഖ്തഖതൻ വകഅകഅത സിലാഹ് ബദർ മൗലിദിലെ കാണാം. ആരുമില്ലാതെ പൂട്ടിയിടപ്പെട്ട ആ വീട് ഓട് പൊളിച്ച് താഴേക്ക് ഇറങ്ങാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവിടുന്ന് വല്ലാത്ത കലപിലെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. വാളിന്റെയും അതുപോലെയുള്ള ആയുധങ്ങളുടെയും ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. പേടിച്ച് കള്ളന്മാര് തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഇതുപോലെ അവർ അനുഭവിച്ചപ്പോ കള്ളന്മാര് തിരിച്ചുപോയി. ഈ ആള് ഹജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോ കള്ളന്മാരുടെ പ്രധാനപ്പെട്ട ആള് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി വെച്ചിട്ടുള്ളത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ നിങ്ങൾ ഹജ്ജിന് പോയപ്പോ. പറഞ്ഞു, ഞാനൊന്നും വെച്ചിട്ടില്ല. ഇല്ല, അസ്മാ അഹ്ലു ബദരിൻ റളിയല്ലാഹു അൻഹു, ബദരീങ്ങളുടെ അസ്മാ എഴുതി ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെയോ എന്ന് തുടങ്ങുന്ന എന്ന ഭാഗം ഉൾക്കൊള്ളുന്ന ആയത്തുൽ കുർസിയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാ നമ്മുടെ മുൻഗാമികളൊക്കെ നമ്മുടെ ആ ഭൂമുഖത്തന്നെ മഹാന്മാരായ ബദരീങ്ങളുടെ പേര് എഴുതി വെക്കുന്നത്.
ആയത്തുൽ കുർസി എഴുതി വെക്കുന്നത് ഇത് കേവലം ഒരു അലങ്കാരത്തിനുള്ള വപ്പല്ല, അത് കൽബറിഞ്ഞിട്ടുള്ള ഒരു വപ്പാണ്. കേവലം എവിടുന്നോ വരുന്ന കള്ളന്മാരെ പലരും പറയും നമുക്ക് CCTV ഇല്ലേ മറ്റൊക്കെ ഉണ്ടാവും. അതല്ല, കള്ളൻ എന്നുള്ളതിനപ്പുറം നമ്മുടെ വസ്തുക്കൾ മോഷ്ടിക്കുന്നതിനപ്പുറം നമ്മുടെ ഈമാനാകുന്ന പളുങ്കം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി പിശാചെടുക്കാതിരിക്കണം. ആ പിശാചിനെ തടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് മഹാന്മാരായ ബദരീങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മുറുകെ പിടിക്കുന്നത്. എന്നിട്ട് പറയാണ് ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്ത് മൻബദരീങ്ങളാ ഹളിറുണ്ട് വിടത്തിലും തൻമുറാദ് ഫോൽഷണം ഹസിലാ. മറ്റൊരു ഉദ്ദേശങ്ങളുമില്ലാതെ ഖാലിസായ കരുത്ത് കൊണ്ടുള്ള ഒരു വിളിയുണ്ടല്ലോ, ആരെങ്കിലും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഹാളിറുണ്ട് വിടത്തിലും തൻമുറാദ് ഫോൽഷണം ഹസിലാ. അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കി ബദരീങ്ങളുമായിട്ട് ആ വിളിക്ക് എന്ത് വേണം? എപ്പോഴേലും നമ്മൾ കുടുങ്ങുമ്പോ മാത്രമല്ല ഒരു വിളി പോരാ, അപ്പോഴും ഫലം കിട്ടും. പക്ഷേ അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ആ വിളിക്ക് ഒരു ഊക്ക് കൂടും, കേൾക്കുന്നതിനെ പരിഗണിക്കുന്നതിനൊരു ആക്കം കൂട്ടും. അതിനെന്ത് വേണം? എന്ത് വേണം? ബഹുമാനപ്പെട്ട മൊയ്ൻകുട്ടി വൈദ്യര് പറയുന്നുണ്ട്, കാലം നാളുകളിൽ ദിനം ഒരു ഫാത്തിഹ അവർ കോതുകിൽ കബൂൽ അഫ്വൻ റഹ്മത്ത് ഉഫ്റൻ തുഹീതു അവകളിൽ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു മാത്രമല്ല, ഹാല് മൗതണയും മുൻ ദീനമിൻ ഒക്കെയും ശിഫ ഉണ്ട് കേൾ. എന്തൊക്കെ ദീനം, ദണ്ണം, പ്രയാസങ്ങൾ, രോഗങ്ങളുണ്ടോ ഇതിനൊക്കെയും ശിഫ കിട്ടും. അതിന് ബദരീങ്ങളായിട്ടുള്ള ഒരു അടുപ്പുണ്ടാകുമ്പോൾ ആ വിളിക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. എന്നിട്ട് പറയാണ് ബദരീങ്ങളുമായിട്ട് ഒരു അടുപ്പമുണ്ടാവാൻ എന്ത് വേണം? കാലം നാളുകളിൽ ദിനം ഒരു ഫാത്തിഹ അവർക്ക് ഓത്. നേരം വെളുത്ത ഉടനെ തന്നെ ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാം. ജോലിക്ക് പോകുന്നവർ, അധ്യാപനത്തിന് പോകുന്നവർ, പഠന മേഖലയിലേക്ക് പ്രവേശിക്കുന്നവർ, അടുക്കളയിലേക്ക് ഇറങ്ങുന്നവർ, എല്ലാവരും ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് കാര്യങ്ങളിലേക്ക് കടന്നാൽ എത്രയാണ് നമുക്ക് അധ്വാനിച്ചിട്ട് കിട്ടുന്നത്? പക്ഷേ ബറക്കത്തില്ല. പലതും ഹോസ്പിറ്റലുകളിലും മറ്റും അറിയാത്ത വഴിയിലൂടെ ചെലവായി പോകുന്നു. നമ്മൾ പലരുടെയും പരാതിയാണ് ബറക്കത്തില്ല എന്നുള്ള കാര്യം. എന്നാൽ മൊയ്ൻകുട്ടിവൈദ്യരെ പറയാണ്, ഖാലിഖാനവൻ ഭീതി ചെയ്തിടും റിസ്ഖിലും കസബാനതിൽ. ഖാലിഖാനവൻ ഭീതി ചെയ്തിടും റിസ്ഖിലും കസബിലുമൊക്കെ. നമ്മുടെ റിസ്ഖിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മുടെ അധ്വാനത്തിലെ ബറക്കത്തുണ്ടാവാൻ, ജോലികളിൽ ബറക്കത്തുണ്ടാവാൻ ബഹുമാനപ്പെട്ട മൊയ്ൻകുട്ടി വൈദ്യരാണ് ഫാത്തിഹ ഓതി ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതി നിങ്ങളൊന്ന് അടുത്തു നോക്കൂ. ബദരീങ്ങളുമായിട്ട് ആ ഒരു കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോ വിളിച്ചാലും നമുക്കൊരു പ്രതീക്ഷയാണത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. എത്ര ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബദരീങ്ങളെ കുറ്റം പറയുന്നവർ, ആണ്ട് നേർച്ചയെ കുറ്റം പറയുന്നവർ, ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഖൽബിൽ ഈമാൻ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾക്ക് ഇതൊന്നും യേശുല്ല. ഇത് യേശുല്ല. ഒരു നാട്ടിൽ തന്നെ എത്ര ബദരീങ്ങളുടെ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഒരു ചോറ് 1-2 കിലോ ബിരിയാണി നമ്മുടെ വീട്ടിൽ വെക്കാൻ വശമില്ലാത്തതുകൊണ്ടാണോ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്? അല്ല. ഇത്രയും സമയം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള വലിയ പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ബദറിന്റെ ചരിത്രം നന്നായി പഠിക്കണം. ഞാൻ അതിലേക്ക് മനഃപൂർവ്വം കടക്കാത്തതാണ്. ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ പരിസരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബദറിലുടനീളം ബദരീങ്ങളുടെ മഹത്വം ഓരോ ഘട്ടത്തിലും അവര് ഖൈമ കെട്ടുന്നിടത്ത്, മുത്തുനബി അവരെ ഉപദേശിക്കുന്നിടത്ത്, ഇതൊക്കെയും ഓരോ സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാനാകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ ഓരോ ഘട്ടത്തിലും വെളിപ്പെട്ടത്, ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത്, ഇതൊക്കെ ബദരീങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാനാകും.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതീക്ഷ ഇതാണ്. ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല. മോയിൻകുട്ടി വൈദ്യരാണിത് പറഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞിട്ട് മോയിൻകുട്ടി വൈദ്യരൻ അത് എവിടുന്നോ ഉണ്ടാക്കിയെടുത്ത് പറയാണോ? അല്ല, കേവലം വൈദ്യരായി നിങ്ങൾ കാണണ്ട. ഒരു പറയുന്നുണ്ട്, ഞാനിതൊക്കെ എവിടുന്ന എടുത്തത് എന്നറിയോ? ഉലമാക്കള് മുഖദ്ദീമോർ മുഫസ്സിരീൻ അവർ ചൊന്ന് ഉരതൊട്ട് ഫലവണ്ണം ഖിലാഫ് ബന്ന് അതിന്നുറഫായ സ്വഹീഹടു തുരത്തിടുന്നേ. ഒരുപാട് ഗ്രന്ഥങ്ങൾ, സീറത്തുൽ ഹലബിയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് ഖിലാഫൊക്കെ മാറ്റി വെച്ചിട്ട് ഉറപ്പുള്ള വാക്കുകൾ മാത്രമാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈമാൻ ഉറച്ചു കിട്ടാൻ വിശേഷിച്ച് നമ്മൾ ചൊല്ലുമില്ലേ, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഗാമികളെ ഈ ബദരിയത്തുൽ മങ്കൂസിയൊക്കെ ചൊല്ലി അല്ലേ, അവരിങ്ങനെ ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ഒരു മനുഷ്യന്റെ അവന്റെ ആയുസ്സിൽ എത്ര കണ്ട് പിശാച് പിഴപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിന്റെ 10 മടങ്ങ് പിഴപ്പിക്കുന്ന ഒരു സമയമാണ് സക്രാത്തുൽ മൗത്തിന്റെ സമയം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കോലത്തിലായിരിക്കും നമ്മുടെ അരികിലേക്ക് വരിക. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ നല്ല ഉറപ്പോടുകൂടെ പളുങ്കുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈമാൻ അതെങ്ങാനും നമ്മുടെ ആഖിബത്തിന്റെ സമയം, അവസാന സമയം മോശമായി പോയാൽ വളരെ പ്രധാനമായി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ റിസ്കില്, നമ്മുടെ അധ്വാനത്തില് എല്ലാറ്റിലും ബദരീങ്ങളുടെ കാവലും ബർക്കത്തൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നത് ആഖിബത്ത് നന്നായി കിട്ടലാണ്. ബദരീങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നല്ല സമയത്ത് സ്വാലിഹീങ്ങളുടെ റൂഹ് പിടിച്ചതുപോലെ നമ്മുടെ റൂഹിനെയും പിടിക്കപ്പെടണം എന്നുള്ള ആ ഒരൊറ്റ നിയ്യത്താണ് നമ്മുടെ ഹൃദയങ്ങളിലുള്ളത്. അല്ലാഹു ആ രൂപത്തിൽ ബദരീങ്ങളായിട്ടുള്ള ഒരു ബന്ധം, അത് നമ്മൾ പറഞ്ഞല്ലോ, കാലം നാളുകളിൽ ഒരു ഫാത്തിഹ ഓതുകിൽ ദിവസം ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് നമ്മുടെ ജീവിതം ഓരോ ദിവസവും ആരംഭിക്കാനായാൽ അത് വലിയൊരു ബറക്കത്താണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ബദരീങ്ങളോടുള്ള ഈ മഹബ്ബത്ത് നമുക്ക് ഇരുലോകത്തും വിജയിക്കാൻ അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.